ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച് എൻഡിഎയും ഇന്ത്യ സഖ്യവും. ദില്ലിയിൽ ഇരു മുന്നണികളും നാളെ യോഗം ചേരും. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ഇന്ത്യ സഖ്യമുന്നണി നേതാക്കൾ തീരുമാനമെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് ജനാധിപത്യത്തിന്റെയും ജനങ്ങളുടെയും വിജയമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു. ആർക്കും വ്യക്തമായ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ചർച്ചകളും തന്ത്രങ്ങളും മെനയുകയാണ് മുന്നണികൾ. എൻഡിഎ മുന്നണി കേവല ഭൂരിപക്ഷം തൊട്ടെങ്കിലും ദില്ലിയിലെ ബിജെപി ആസ്ഥാനത്തെ ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടുണ്ടായില്ല. ഒപ്പമുള്ള മുന്നണികൾ മറുകണ്ഠം പോകുമോ എന്ന ആശങ്കയിൽ നിതീഷ് കുമാർ അടക്കമുള്ള സഖ്യകക്ഷികളുമായി അമിത്ഷായും JP നദ്ദയും നിരന്തരം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം AICC ആസ്ഥാനം ഉത്സവ ലഹരിയിലായിരുന്നു. പ്രവർത്തകർ മധുരം വിളമ്പിയും കൊട്ടും താളവുമായി കോൺഗ്രസ് ഓഫീസിൽ ഒത്തുകൂടി. ഇത് ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിന് JDU തെലുങ്കുദേശം പാർട്ടിയുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യ മുന്നണി സഖ്യം തീരുമാനമെടുക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. As we have said earlier, we're going to have a meeting with our partners, the India alliance partners, and these questions will be raised there and they will be answered there. We respect our alliance partners and we are not going to make statements in the press without asking them their opinion. ഘടകകക്ഷികളെ പിടിച്ചുയർത്താൻ എൻഡിഎയും മന്ത്രിസഭാ രൂപീകരണ തന്ത്രങ്ങൾ മെനയാൻ ഇന്ത്യ സഖ്യവും ചർച്ചകൾ ആരംഭിച്ചതോടെ രാജ്യതലസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് ചൂടുപിടിച്ചു കഴിഞ്ഞു. UP-യിലടക്കം വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. ദില്ലിയിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള മാർത്തൻ ചർച്ചകൾ. ദില്ലിയിലെ AICC ആസ്ഥാനത്തും CP ജോസഫ്, കൈരളി ന്യൂസ്.